نور على نور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിന്റെ 5-ാമത്തെ ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഫദ്ലാണ് ഇങ്ങനെയൊരു പുസ്തകം തിരഞ്ഞെടുക്കാൻ സാധിച്ചു എന്നത്. അത് പരസ്പരം ഉപദേശിക്കുവാനും അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ഒക്കെ പരിശ്രമിക്കാൻ സാധിക്കുക എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ളയെ പോലെയുള്ള ആളുകൾ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിന്റെ ഫദ്ലായി പറയുന്നത്, ശ്രേഷ്ഠതയായി പറയുന്നത്, ഇത് നിങ്ങളുടെ വീടിലും നിങ്ങളുടെ പള്ളികളിലും നിങ്ങളുടെ മക്കൾക്കുമെല്ലാം ഇത് വായിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണോ ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ സാധിക്കുന്നത് അതിലെല്ലാം നിങ്ങൾ തൽപരരായിക്കൊണ്ട് സേവനം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പ്രോജക്റ്റുകൾ അദ്ദേഹം ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു അവസരമാണ് അൽഹംദുലില്ലാഹ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് ആ പാരായണത്തിലൂടെ ഒരു രോഗിക്ക് ശമനം ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വാർത്ത ലഭിക്കുന്നു. നബി ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരാണ് ഫാത്തിഹ റുഖിയയാണ്, ഫാത്തിഹ ഷിഫ ആണ് എന്ന് പഠിപ്പിച്ചത് ആരാണ്? ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കാം എന്ന് നിനക്ക് എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നു. അതായത് വിശുദ്ധ ഖുർആൻ ശമനമാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അതായിരുന്നു വിഷയം. വിശുദ്ധ ഖുർആൻ ശമനമാണ്. അടുത്തതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഖദ് അസ്സറ ഹാദാ ദവാഹു ഫീ ഹാദാ ദാഇ വഅസാലഹു ഹത്താ കഅൻ ലം യകുൻ. തീർച്ചയായും ഈ പറയുന്ന മരുന്ന് എന്നുള്ളത്, അതായത് ഫാത്തിഹ എന്ന മരുന്ന് രോഗത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. രോഗം തന്റെ ശരീരത്തിൽ നിന്ന് മുക്തമാകുന്നതിനെ തൊട്ട് വളരെ വലിയ സ്വാധീനം സൂറത്തുൽ ഫാത്തിഹ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രത്തോളം? അവനിൽ രോഗത്തിന്റെ ഒരു അംശം പോലും ബാക്കിയാകാത്ത നിലക്ക് പൂർണ്ണമായും അവന്റെ രോഗത്തിന് ശമനം ലഭിച്ചു എന്നാണ്. ഏറ്റവും എളുപ്പമുള്ള മരുന്നും സൂറത്തുൽ ഫാത്തിഹയാണ്. വലൗ അഹ്സനൽ അബ്ദു അത്തദാവി ബിൽ ഫാത്തിഹതി ലറആ ലഹാ തഅ്സീറൻ അജീബൻ ഫി ശിഫാ. ഏതെങ്കിലും ഒരു അടിമ ഫാത്തിഹ കൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ അവൻ അതിൽ വലിയ സ്വാധീനം കണ്ടെത്താൻ സാധിക്കുന്നു. അവന് വലിയ സ്വാധീനം, എത്രത്തോളം അത്ഭുതപ്പെടുത്തുന്ന സ്വാധീനം അവന് കാണാൻ സാധിക്കുമെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ ചികിത്സിക്കാറുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചികിത്സ തേടിപ്പോകേണ്ടവരല്ല നമ്മൾ, മറിച്ച് നമ്മൾ തന്നെ നമ്മെ ചികിത്സിക്കുകയാണ് ചെയ്യേണ്ടത്. സലഫുകൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ അള്ളാഹുവിനോട് വേവലാതി പറയുന്നത്, അള്ളാഹുവിനോടൊരു വിഷമമായി ബോധിപ്പിക്കുന്നത്, എന്റെ ഉമ്മത്ത് ഈ ഖുർആനിനെ അവഗണിച്ചിട്ടുണ്ട്, ഈ ഖുർആനിനെ കൊടുക്കേണ്ട ഗാംഭീര്യവും കൊടുക്കേണ്ട സ്ഥാനവും നൽകിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു രംഗമുണ്ട്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങളായ ഉലമാക്കൾ പറയുന്നത്, ഖുർആൻ കൊണ്ട് ചികിത്സിക്കാതിരിക്കുക എന്നുള്ളതും ഖുർആനിനെ അവഗണിക്കുന്ന ഗണത്തിലാണ് ഉൾപ്പെടുക എന്ന്. അതുകൊണ്ട് നമുക്ക് പനി വരുമ്പോൾ, മറ്റു രോഗങ്ങൾ ബാധിക്കുമ്പോൾ ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ എന്തൊക്കെ ചികിത്സകളാണോ ലഭ്യമായിട്ടുള്ളത് ആ ലഭ്യമായ ചികിത്സകൾ തേടുന്നതോടൊപ്പം തന്നെ
ശറഈയായ നിലക്കുള്ള ചികിത്സക്കും നമ്മൾ പ്രാധാന്യം നൽകണം. സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതാനിയും ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ രോഗത്തെ മാറ്റാൻ സാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തിൽ നിന്ന്, ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഭൗതികമായ ചികിത്സ അതിന് അമിതമായ പ്രാധാന്യം നൽകി ശറഈയായ ചികിത്സക്ക് ഒരു പ്രാധാന്യവും നൽകാത്ത ഒരു അവസ്ഥാവിശേഷമുണ്ട്. എന്നാൽ അതേ സന്ദർഭത്തിൽ ശറഈയായ ചികിത്സയെ മുതലെടുക്കുന്ന ഒരുപാട് ആളുകളും നമുക്കിടയിലുണ്ട്. അപ്പോൾ അഹ്ലുസുന്ന എപ്പോഴും മധ്യമമായ നിലപാടാണ് സ്വീകരിക്കുക. അതിര് കവിയുകയില്ല, എന്നാൽ വളരെ അങ്ങേയറ്റത്തെ ലാഘവത്തോടു കൂടി പോകുന്ന അവസ്ഥയുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫാത്തിഹ ഷിഫയാണ് എന്ന് പറഞ്ഞു, അത് ഏറ്റവും നല്ല മരുന്നാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് ചികിത്സിക്കാം. എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇത്തരം ശറഈയായ ചികിത്സകളെ നമ്മൾ അതിന്റെ ഗൗരവം കണ്ടുകൊണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചികിത്സിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുക. വമകസ്തു ബിമക്കത മുദ്ദതൻ തഅതരീനി അദ്വ വലാ അജിദു തബീബൻ വലാ ദവാ. ഞാൻ മക്കയിൽ താമസിക്കുമ്പോൾ എനിക്ക് ഒരുപാട് രോഗങ്ങൾ കടന്നു വന്നു, എനിക്ക് ഒരുപാട് രോഗങ്ങൾ ബാധിച്ചു. എനിക്കൊരു ഡോക്ടറെയും കാണുന്നില്ല, ഒരു മരുന്നും എനിക്ക് കിട്ടിയില്ല. ഫകുന്തു ഉആലിജു നഫ്സി ബിൽ ഫാത്തിഹ. ഞാൻ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് എന്നെ ചികിത്സിക്കാറുണ്ടായിരുന്നു. ഫഅറാ ലഹാ തഅസീറൻ അജീബൻ. അത്ഭുതകരമായ സ്വാധീനം എനിക്ക് ആ പാരായണത്തിൽ ലഭിച്ചിരുന്നു എന്നാണ്. അത്ഭുതകരമായ മാറ്റം എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഫകുന്തു അസിഫു ദാലിക ലിമൻ യശ്തകി അലമൻ വകാന കസീറുൻ മിൻഹും യബ്റഉ സരീഅ. ഇബ്നുൽ ഖയ്യിം പറയാൻ, എൻ്റെ അടുക്കൽ ആരെങ്കിലും ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് ചികിത്സിച്ചോ എന്ന് ഞാൻ അവരോട് പറയും. അവരത് പരീക്ഷിച്ചു നോക്കുകയും പെട്ടെന്ന് തന്നെ അവർക്ക് ശമനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം ഇവിടെ വായനക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്ന ഒരു വാചകം ഫകുന്തു അസിഫു, ഞാൻ വിശേഷിപ്പിക്കും, ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുമെന്ന്. അതല്ലാതെ ഞാൻ തന്നെ ചികിത്സിക്കുമെന്നല്ല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ അതിലേക്ക് സൂചന നൽകിയിരുന്നു. ചില ആളുകൾ റുഖിയക്ക് വേണ്ടി ഒരു കടയോ മറ്റോ സ്ഥാപനമോ ഒക്കെ തുടങ്ങി അതൊരു കച്ചവടമാക്കി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. എന്നാൽ സലഫുകൾക്ക് അത് പരിചയമില്ലാത്തതാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും നമ്മൾ ഊന്നി പറയുന്നത്. സലഫുകൾക്ക് അത്തരം ചികിത്സ, പ്രത്യേകിച്ചും അതിനു വേണ്ടി ഇരുന്നു കൊടുക്കുക, അതൊരു കച്ചവട മാർഗമായി സ്വീകരിക്കുക, അത് സലഫുകൾക്ക് അന്യമാണ്, സലഫുകൾക്ക് പരിചയമില്ലാത്തതാണ്. മറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ, പനിയോ രോഗമോ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ സലഫുകൾ അവർക്ക് തന്നെ ചികിത്സ നടത്തുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും, എന്നാൽ അതോടൊപ്പം തന്നെ അവരുടെ സഹോദരൻ നല്ല പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അവർ ചികിത്സിക്കാറുണ്ടായിരുന്നു, അവർ ചികിത്സിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. പക്ഷെ എവിടെയും അവർ അതിനു വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുക, അതല്ലെങ്കിൽ അതൊരു കച്ചവട മാർഗമായി സ്വീകരിക്കുക, അതവർ ചെയ്തിട്ടില്ല എന്നാണ്. കാരണം അത് സലഫുകൾക്ക് പരിചയമില്ലാത്തതാണ്, മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കാത്തതാണ്, സഹാബാക്കൾക്ക് പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് എല്ലാ നിലക്കും നമുക്ക് ഖൈറല്ല, മറിച്ച് ഷർറിലേക്കാണ് അവസാനം നമ്മെ കൊണ്ടെത്തിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലാകിൻ ഹാഉന അംറുൻ യൻബഗി അത്തഫത്തുനു ലഹു. എന്നിട്ട് പറയാൻ, എന്നാൽ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ ശിഫയാണ് എന്ന് പറയുന്നു. ആ ശിഫയായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് രോഗത്തിനും ശമനമുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശറഈയായ ചികിത്സ നടത്തുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വഹുവ അത് അന്നൽ അദ്കാറ വൽ ആയാതി വൽ അദ്ഇയത അല്ലതി യുസ്തശ്ഫാ ബിഹാ വയുർഖാ ബിഹാ ഹിയ ഫീ നഫ്സിഹാ നാഫിഅത്തുൻ ഷാഫിയ. വിശുദ്ധ ഖുർആൻ ശിഫ ആണ്, വിശുദ്ധ ഖുർആൻ ശമനമാണ് എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഒരു സംശയവും നമുക്കുണ്ടാകാൻ പാടില്ല. എന്നാൽ അതേ സമയത്ത് ചില ആളുകൾ ചോദിക്കും, വിശുദ്ധ ഖുർആൻ ശമനമാണ് എന്ന് അള്ളാഹു പറയുന്നു, ഷിഫയാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ നമ്മൾ പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്താകാറില്ല, ഷിഫ ലഭിക്കാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഷിഫയാണ്, പക്ഷെ അവിടെ ചില കാര്യങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതാണ്. ഒന്ന്, പാരായണം ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസം, അദ്ദേഹത്തിന്റെ ഈമാൻ. രണ്ട്, ആർക്ക് വേണ്ടിയാണോ പാരായണം ചെയ്യുന്നത് അയാളുടെ ഈമാൻ.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത്തരം ചികിത്സകളിൽ, ശർഈയായ ചികിത്സകളിൽ സ്വാധീനം ചെലുത്താറുണ്ട് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇനി പറയാൻ പോകുന്നത്. വലാകിൻ തസ്തദഇ ഖബൂൽ അൽ മഹൽ വഖുവത ഹിമ്മത്തിൽ ഫാഇൽ വതഅ്സീരിഹി. അവിടെ ഹിമ്മത്തുൽ ഫാഇൽ, ചെയ്യുന്ന ആളുടെ ഹിമ്മത്ത്, അവന്റെ യഖീൻ, അള്ളാഹു ഇതെന്തായാലും ഷിഫ കൊടുക്കും, പൂർണ്ണമായ നിലക്ക് അള്ളാഹു ശമനം കൊടുക്കും. അതേപോലെ തന്നെ ആ സന്ദർഭം, പാരായണം ചെയ്യുന്ന സന്ദർഭം, فمتى تخلف الشفاء كان لضعف تأثير الفاعل. ഷിഫ ലഭിച്ചിട്ടില്ലയോ, ശമനം ലഭിച്ചിട്ടില്ലയോ, അത് എന്ത് കാരണത്താലാണ്? ഓതിക്കൊടുത്തവന്റെ അല്ലെങ്കിൽ ഓതിയവന്റെ ദുർബലത കാരണത്താലാണ്. ഔ ലിഅദമി ഖബൂലിൽ മുൻഫഇൽ, അല്ലെങ്കിൽ ആ പാരായണം ചെയ്തത് അവന് സ്വീകരിക്കാൻ ഉതകാത്ത ഒരു സമയത്താണ്, എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്ന ഒരു വേളയിലാണ്. ഔ ലിമാനിഇൻ ഖവിയ്യിൻ ഫീഹി യംനഉ അൻ യൻജഅ ഫീഹി ദവാഉ. ചില മരുന്നുകൾ നമുക്കറിയാം, ചില മരുന്നുകൾ നമുക്ക് സ്വാധീനം ചെലുത്തുന്നതിന് തൊട്ട് ചില തടസ്സങ്ങൾ ഉണ്ടാവും. അതേപോലെയാണ് ഖുർആൻ ഓതിയാലും ചില തടസ്സങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ ശേഷം പറയും എന്താണ് തടസ്സങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പൊ ഒന്ന് അവന്റെ ഈമാനിനുള്ള പ്രശ്നമാണ്. രണ്ട്, ആ ഓതുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തേത്, ചില തടസ്സങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അവൻ ചെയ്തു കൂട്ടിയ ചില ഹറാമുകൾ ഉണ്ടാവും. ആ ഹറാമ് കാരണത്താൽ ഈ ഷിഫ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകൂല, ഷിഫ ലഭിക്കാത്ത പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. കമാ യകൂനു ദാലിക ഫിൽ അദ്വിയത്തി വൽ അദ്വാഇൽ ഹിസ്സിയ്യ. ഇത് ഏതുപോലെയാണ്? സാധാരണ ഗുളിക കുടിക്കുമ്പോൾ സംഭവിക്കാറുള്ളത് പോലെയാണ്. ഒരാൾ ചികിത്സിക്കുന്ന സമയത്ത് അയാൾക്ക് അത്തരം ഭൗതികമായ ചികിത്സയിൽ യാതൊരു വിശ്വാസവും ഇല്ലാതെയാണ് ചികിത്സിക്കുന്നത്. എനിക്ക് ഈ ഗുളിക കുടിച്ചതുകൊണ്ട് ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് അതിനെ ഒരു നിലക്കും അംഗീകരിക്കാത്ത ഒരാളെ കൊണ്ട് നമ്മൾ ഭൗതികമായ ചികിത്സ തേടിപ്പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൽ ശമനം ഉണ്ടാകുമെന്ന് ചോദിച്ചാലോ? സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹം അതിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭൗതികമായ ചികിത്സ തേടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ അവിടെ ഒരു മരുന്ന് എഫക്റ്റ് ആവാൻ ഉതകുന്നത്, അതൊക്കെ ഇവിടെയും ബാധകമാണ് എന്ന് പറയാം. فإن عدم تأثيرها قد يكون لعدم قبول الطبيعة لذلك الدواء وقد يكون لمانع قوي يمنع من اقتضائه أثره فإن الطبيعة إذا أخذت الدواء بقبول تام كان انتفاع البدن به بحسب ذلك القبول. ചില ആളുകളുടെ പ്രകൃതം അനുസരിച്ച് ചില മരുന്നുകൾ അവർക്ക് പെട്ടെന്ന് സ്വാധീനം ഉണ്ടാകും. അതേപോലെയാണ് ചില ആളുകളുടെ പ്രകൃതം അനുസരിച്ച് ഖുർആൻ പെട്ടെന്ന് അവരിൽ സ്വാധീനം ചെലുത്തും. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം എടുക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. وكذلك القلب إذا أخذ الرقى والتعاويذ بقبول تام. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം, ഒരാൾ റുഖിയ സ്വീകരിക്കുന്നത്, ഇത്തരം ഇസ്തിആദാത്തുകൾ, അള്ളാഹുവിനോട് ശരണം തേടുന്നത്, റുഖിയ നടത്തുന്നത്, ഇതെല്ലാം പൂർണ്ണമായ വിശ്വാസത്തോടെയാണ്, പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ്. അള്ളാഹു എനിക്ക് ഷിഫ നൽകും, അള്ളാഹു എനിക്ക് ശമനം നൽകും എന്ന ഉറച്ച ബോധ്യത്തോടെയാണെങ്കിൽ റുഖിയ ചെയ്യുന്ന വ്യക്തിക്ക് നല്ല ഹിമ്മത്തുണ്ട്, ഹൈ ഇൻസ്പിറേഷനും ആസ്പിറേഷനും ഒക്കെ ഉണ്ട്. ആ രൂപത്തിലാണ് റുഖിയ ചെയ്യുന്നത്. എനിക്ക് റബ്ബ് ശമനം നൽകുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന്റെ രോഗത്തിന് ശമനം ലഭിക്കും, അവന്റെ രോഗം അതുമൂലം നീങ്ങിക്കിട്ടുന്ന. ചില ആളുകൾ റുഖിയ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ ഒക്കെ ചില ആളുകളുടെ മനസ്ഥിതി എന്താ? നമുക്ക് ഓതി നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം, വെറുതെ അങ്ങോട്ട് ഓതാം, ഇതിന് ചെലവൊന്നുമില്ലല്ലോ എന്ന നിലക്കാണ് ചില ആളുകൾ ഇത്തരം ശർഈയായ ചികിത്സകളെ സമീപിക്കാറുള്ളത്. അതൊരിക്കലും ശരിയല്ല എന്ന്. പക്ഷെ ഖുർആൻ ഷിഫയാണ്, എന്തായാലും എനിക്ക് ഷിഫ ലഭിക്കും, ഇത് അള്ളാഹു പറഞ്ഞതാണ് എന്ന രൂപത്തിൽ ഈമാനോടുകൂടി ഹറാമുകൾ ഒഴിവാക്കി നല്ല ഇഖ്ലാസോടു കൂടിയാണ് നമ്മൾ ചികിത്സിക്കുന്നത് എങ്കിൽ ആ ചികിത്സ നമ്മിൽ സ്വാധീനം ചെലുത്തും എന്ന് മാത്രമല്ല, സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ഒരു ഈമാൻ അതിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരുപാട് രോഗങ്ങൾ നമുക്ക് ബാധിച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു രോഗം, എനിക്ക് ബാധിച്ച ഒരു രോഗം, അതെനിക്ക് ശമനം ലഭിച്ചത് ഇത്തരം ശർഈയായ ചികിത്സയിലൂടെയാണ് എന്ന് എത്ര ആൾക്ക് പറയാൻ സാധിക്കും? അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശർഈയായ ചികിത്സയെ നമ്മൾ എത്ര കണ്ട് അവഗണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
സാധാരണ ചികിത്സിക്കണം, ഭൗതികമായ ചികിത്സ എന്തായാലും വേണം എന്ന് പറയുന്ന ആളുകൾ ഹദീസായി പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തദാവൂ, നിങ്ങൾ ചികിത്സിക്കണം എന്ന് പറയുന്ന ഹദീസാണ്. ആ ഹദീസ് തന്നെ അതിന് എല്ലാ അഹ്കാമുകളും വരും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ചികിത്സ നിർബന്ധമല്ലല്ലോ. ചികിത്സ എപ്പോഴാണ് നിർബന്ധമാകുന്നത്? നിർബന്ധമാകുന്ന അവസ്ഥ ചികിത്സക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ അതേ സമയത്ത് നിർബന്ധമല്ലാത്ത അവസ്ഥയും ചികിത്സക്ക് വരാറുണ്ട് എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അവിടെ വാജിബാണോ അല്ലേ എന്നുള്ളിടത്ത് പണ്ഡിതന്മാര് പറയുന്നത് ലൈസ ബിവാജിബിൻ ഇൻദ ജമാഹീരിൽ അഇമ്മ വഇന്നമാ ഔജബഹു ത്വായിഫത്തുൻ ഖലീലത്തുൻ മിൻ അസ്ഹാബി ശാഫിഈ വഅഹ്മദ് മിൻ അൽ അംറാദി യഅ്തരി ഇലാ അഹ്കാമി തക്ലീഫിയ്യ അൽ ഖംസ. ചില ശാഫിഈ ഫുഖഹാക്കൾ അവര് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ ഹംബലി മദ്ഹബിലെ ചില ഫുഖഹാക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതല്ലാത്ത ബാക്കിയുള്ള ജുംഹൂറുൽ ഉലമ, ബഹുഭൂരിഭാഗം വരുന്ന ഉലമാക്കളുടെയും അഭിപ്രായം നിർബന്ധമല്ല എന്ന്. നിർബന്ധമാകുന്ന അവസ്ഥ ഉണ്ട്. ഒരാൾ മരിക്കാൻ കിടക്കുകയാണ്, നല്ല കഠിനമായ രോഗം ബാധിക്കാൻ, എന്തായാലും കാണിച്ചേ മതിയാകുള്ളൂ, എങ്കിൽ എന്തായാലും കാണിക്കണം. കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ അവന് ഹറാമാണ് ചെയ്യുന്നത്. കാണിക്കുക എന്നുള്ളത് വാജിബായി മാറും. അപ്പൊ അതുകൊണ്ട് ഭൗതികമായ ചികിത്സ തേടുന്നതോടൊപ്പം ഇത്തരം ചികിത്സകൾ നമുക്ക് ഓർമ്മയുണ്ടാകണം. നമ്മുടെ മനസ്സിലൊക്കെ ആദ്യം വരേണ്ടത് ശർഈയായ ചികിത്സകളാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പ്രാർത്ഥനയെ കുറിച്ച് പറയാം. ഖുർആൻ ഷിഫയാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് നമുക്ക് ഷിഫ ലഭിക്കുക എന്നത് സൂചിപ്പിച്ചു. ഷിഫ ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാനികമായ കാര്യങ്ങൾ, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് അടുത്തത് പ്രാർത്ഥനയെ കുറിച്ച് പറയാം. വകദാലിക ദുആഉ, അപ്രകാരം തന്നെയാണ് പ്രാർത്ഥനയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അവന് യഖീൻ ഉണ്ടാകണം, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണം, ഇതെന്തായാലും അള്ളാഹു സ്വീകരിക്കുമെന്ന ബോധ്യം ഉണ്ടാകണം. അതേപോലെ തന്നെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രാർത്ഥനയുടെ മര്യാദകളുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ധൃതിപ്പെടാൻ പാടില്ല. എങ്ങനെയാണോ പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ആ രൂപത്തിലായിരിക്കണം അവന്റെ പ്രാർത്ഥന. ഫഇന്നഹു മിൻ അഖ്വൽ അസ്ബാബി ഫീ ദഫ്ഇൽ മക്റൂഹ് വഹുസൂലിൽ മത്ലൂബ്. തടസ്സങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നീക്കം ചെയ്യുവാനും നമുക്ക് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുവാനും നമ്മെ ബാധിച്ച പരീക്ഷണം നീക്കം ചെയ്യുവാനും, ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാനും അതോടൊപ്പം നമുക്ക് ബാധിച്ച പരീക്ഷണം അത് നീക്കം ചെയ്യാനും, ഇതിനൊക്കെ പ്രാർത്ഥന ഏറ്റവും വലിയ കാരണമാണെന്നാണ്. വലാകിൻ, പക്ഷേ ഖദ് യതഖല്ലഫു അൻഹു അസറുഹു, ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രാർത്ഥന സ്വീകരിക്കൂല, അതിന്റെ അസർ ഉണ്ടാകൂല. ഇമ്മാ ലിളഅഫിഹി ഫീ നഫ്സിഹി ബിഅൻ യകൂന ദുആഉൻ ലാ യുഹിബ്ബുഹു അല്ലാഹു ലിമാ ഫീഹി മിനൽ ഉദ്വാൻ. ചിലപ്പോൾ എന്താ, അവന്റെ നഫ്സിലുള്ള ദുർബലതയാണ്, അവന്റെ നഫ്സ് മ്ലേച്ഛമാണ്. അവൻ ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഉണ്ടായാലോ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കൂല. വഇമ്മാ ലിളഅഫിൽ ഖൽബി വഅദ്മി ഇഖ്ബാലിഹി വഅദമി ഇഖ്ബാലിഹി അലല്ലാഹി വജംഇയ്യതഹു അലൈഹി വഖ്ത ദുആ. അല്ലെങ്കിലോ ഹൃദയ സാന്നിധ്യം കുറവാണ്, അവന്റെ ഹൃദയ സാന്നിധ്യം കുറവാണ്, അള്ളാഹുവിലേക്ക് അവൻ മുന്നിടുന്നത് കുറവാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് സാന്നിധ്യത്തോടു കൂടിയല്ല അവൻ പ്രാർത്ഥിക്കുന്നതെങ്കിലോ എങ്കിലും പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോകും. ഫയകൂനു ബിമൻസിലത്തിൽ ഖൗസിർ റിഖ്വി ജിദ്ദൻ ഫഇന്ന അസ്സഹ്മ യഖ്റുജു മിൻഹു ഖുറൂജൻ ദഈഫ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, അദ്ദേഹം ഒരുപാട് ഉപമകൾ പറയും. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി പറയുന്നത് അതൊരു ദുർബലമായ വില്ല് പോലെയാണെന്ന്. ഒരു വില്ല് ദുർബലമായി കഴിഞ്ഞാൽ അമ്പെയ്യുന്ന സമയത്ത് അമ്പും എന്ത് ചെയ്യും, അതിന് ലക്ഷ്യസ്ഥാനം തെറ്റാൻ സാധ്യതയുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള സ്വാധീനം ഉണ്ടാക്കൂല. അപ്പൊ അതുപോലെയാണെന്ന് നമ്മുടെ ഹൃദയം അത് നല്ല ശുദ്ധമാകണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത്, ആരോടാണ് നമ്മൾ ചോദിക്കുന്നത് എന്നിങ്ങനെ ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലം കാണും. ഇല്ലെങ്കിലോ അത് ഫലം കാണാതെ പോകുന്ന അവസ്ഥയുണ്ടാകും. ഫഇന്ന അസ്സഹ്മ യഖ്റുജു മിൻഹു ഖുറൂജൻ ദഈഫ. ഒരു അമ്പ് അത്തരം വില്ലിൽ നിന്ന് പുറത്തു പോകുന്നത് ദുർബലമായ നിലക്കാണ്. വഇമ്മാ ലിഹുസൂലിൽ മാനിഇ മിനൽ ഇജാബതി മിൻ അക്ലിൽ ഹറാം. അതല്ലെങ്കിൽ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവൻ ഹറാം ഭക്ഷിച്ചിട്ടുണ്ടാകും, അതല്ലെങ്കിൽ വദ്ദുൽമി, ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടാകും. വറൈനി സുനൂബി അലൽ ഖുലൂബ്, അവന്റെ ഹൃദയത്തിൽ പാപത്തിന്റെ കറകൾ മായാതെ പിടികൂടിയിട്ടുണ്ടാകും.
ചില പാപങ്ങൾ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് അത് വീണ്ടും ആവർത്തിച്ച് പ്രവർത്തിച്ച് അവന്റെ ഹൃദയം കടത്തുപോകും. അതല്ലെങ്കിൽ അതല്ലെങ്കിൽ അശ്രദ്ധ, അലംഭാവം, കളി, വിനോദം, ഇതൊക്കെ അവന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടാവും, അവന്റെ ഹൃദയത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോകും. ഇതൊക്കെ പ്രാർത്ഥനക്ക് തടസ്സം വരുത്തുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും ഗഫലത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറച്ചിൽ തെറ്റാകുമോ ഇല്ലേ എന്ന് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഒരു മുസ്ലിമിന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തേത് അതിന്റെ മര്യാദകൾ പാലിക്കണം. രണ്ടാമത്തേത് നമ്മുടെ ഹൃദയ സാന്നിധ്യം ഉറപ്പുവരുത്തണം. മൂന്നാമത്തേത് പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച കാര്യങ്ങൾ, അതൊക്കെ ഒഴിവാക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. كما في صحيح الحاكم من حديث أبي هريرة عن النبي صلى الله عليه وسلم ادعوا الله وأنتم موقنون بالإجابة. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അള്ളാഹു അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന സ്വീകരിക്കൂല എന്ന്. അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് അശ്രദ്ധമാകാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് അത് ശീലമായി മാറി പിന്നെ നമ്മൾ എന്താണ് ചൊല്ലുന്നത്, അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ തേടുന്നത് എന്താണ് എന്ന് പോലും അറിയാതെ ചില ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഹൃദയ സാന്നിധ്യം ഉറപ്പുവരുത്തണം. ദുആഇനെ കുറിച്ച് പറയാം. ദുആ എന്നത് മരുന്നാണ്, ഉപകാരപ്രദമായ, രോഗത്തെ നീക്കാൻ സാധിക്കുന്ന അങ്ങേയറ്റത്തെ ശക്തിയുള്ള മരുന്നാണ് ദുആ. വലാകിൻ ഗഫ്ലത്തുൽ ഖൽബി അനില്ലാഹി തുബ്തിലു ഖുവ്വതഹു. പക്ഷെ ഹൃദയത്തിന്റെ അശ്രദ്ധ, അള്ളാഹുവിനെ തൊട്ടുള്ള അശ്രദ്ധ പ്രാർത്ഥനയുടെ ശക്തിയെ ക്ഷയിപ്പിക്കും, പ്രാർത്ഥനയുടെ ശക്തിയെ ഇല്ലാതാക്കും, അതിനെ ബാത്തിലാക്കി കളയും എന്നാണ് പറയുന്നത്. വകദാലിക അക്ലുൽ ഹറാം, അതേപോലെ തന്നെയാണ് ഹറാം ഭക്ഷിക്കുക. യുബ്തിലു ഖുവ്വതഹു വയുദ്ഇഫുഹാ, അവന്റെ പ്രാർത്ഥനയുടെ ഖുവ്വത്തിനെ അത് ക്ഷയിപ്പിക്കും, അതിനെ ദുർബലപ്പെടുത്തുന്ന. ആലോചിച്ച് നോക്കൂ, എത്ര ആളുകളാണ് ഹറാമ് ഭക്ഷിക്കുന്നത്. തന്റെ കച്ചവടത്തിൽ ഹറാമ് വരുന്നുണ്ടോ, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എവിടെ നിന്നാണോ പണം ലഭിക്കുന്നത് ആ മാർഗം സ്വീകരിക്കും. ഹറാം എന്താണ് ഹലാൽ എന്താണ് എന്ന് വേർതിരിക്കാത്തൊരവസ്ഥയാണ്. പുതിയ കച്ചവട മാർഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചോദിച്ചറിയുകയും പഠിക്കുകയും ഒന്നും ചെയ്യാതെ അതിൽ നിന്ന് പണം കിട്ടുന്നുണ്ടോ, അത് പെട്ടെന്നാണോ കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും, എന്നാൽ അതേ സമയത്ത് ശർഈയായ മതപരമായി എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതൊന്നും ശ്രദ്ധിക്കാതെയാണ് പല ആളുകൾ കച്ചവടം നടത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരം ബിസിനസ്സുകളിൽ പോയി കയറുന്നത്. എന്നിട്ട് അവസാനം എന്താ ഉണ്ടാകുക? എത്ര ലഭിച്ചാലും അവന്റെ ജീവിതത്തിൽ ഒരു ബറക്കത്തും അതുമൂലം ഉണ്ടാവുകയില്ല എന്നാണ്. ഇനി ദുനിയാവിൽ അവൻ ആസ്വദിച്ച് ജീവിച്ചാലും ആഖിറത്തിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന, പരീക്ഷണത്തിന് വിധേയമാകുന്ന അവസ്ഥ ഉണ്ടാകും. കമാ ഫി സ്വഹീഹി മുസ്ലിം, ഇമാം മുസ്ലിം റഹ്മഹുള്ളയുടെ സ്വഹീഹിൽ വന്ന ഹദീസ് പോലെ, മിൻ ഹദീസി അബി ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു തയ്യിബാൻ, ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ, അല്ലാഹു നല്ലതല്ലാത്ത ഒന്നും സ്വീകരിക്കൂല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീന, അല്ലാഹു മുഅ്മിനീങ്ങളോട് എന്താണോ കൽപ്പിച്ചത് അത് അള്ളാഹുവിന്റെ റസൂലുകളോടും കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹർ റസൂൽ, ഓ പ്രവാചകന്മാരെ, കുലൂ മിനത് തയ്യിബാതി വഅമലു സാലിഹാ, നിങ്ങൾ നല്ലതിൽ നിന്ന് ഭക്ഷിക്കുക, നിങ്ങൾ അമലു സാലിഹാത്ത് ചെയ്യുക. ഇന്നി ബിമാ തഅമലൂന അലീം. വഖാല യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിനത് തയ്യിബാതി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് റിസ്കായി നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, ത്വയ്യിബായതിൽ നിന്ന്, നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. സുമ്മ ദക്കറ റജുല, പിന്നൊരു റജുലിനെ കുറിച്ച് പറയാം, ഒരാളെ കുറിച്ച് പറയാം, ഒരു വ്യക്തിയെ കുറിച്ച് പറയാം.
യുതീലു സഫർ, ദീർഘയാത്ര നടത്തുക. അശ്അസ അഗ്ബർ, അവന്റെ മുടി ജട കുത്തിയിട്ടുണ്ട്. യമുദ്ദു യദഹു ഇലസ് സമാഇ, ആകാശത്തിലേക്ക് കൈ നീട്ടിയിട്ട് യാ റബ്ബി യാ റബ്ബ്, അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, ഓ റബ്ബേ. എന്നാലോ വമത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ പാനീയം ഹറാമാണ്. വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അവന്റെ വസ്ത്രം ഹറാമാണ്. വഹുദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കാം, അവൻ ഊട്ടപ്പെട്ടത് തന്നെ ഹറാമിലാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, പിന്നെ എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുക എന്ന്. അതുകൊണ്ട് റസൂലുമാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്, നിങ്ങൾ ത്വയ്യിബായതിൽ നിന്ന് ഭക്ഷിക്കണം. അതേ കൽപ്പന മുഅ്മിനീകളോടും നടത്തി, നിങ്ങൾ നല്ലതിൽ നിന്ന് ഭക്ഷിക്കണം. അതുകൊണ്ട് ഹറാമിന്റെ ഒരു പൈസ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. പട്ടിണി കിടന്ന് ജീവിച്ചാലും ദുആ സ്വീകരിക്കാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടം. അത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ അകലലാണ്. അവന്റെ അനുഗ്രഹത്തെ തൊട്ടും അവന്റെ ബറക്കത്തിനെ തൊട്ടുമെല്ലാം അകന്നു നിൽക്കലാണ്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ ആ വിഷയത്തിൽ നമുക്ക് വേണ്ടതുണ്ട്, പ്രത്യേകിച്ചും സാമ്പത്തികമായ വിഷയത്തിൽ. وذكر عبد الله بن الإمام أحمد في كتاب الزهد لأبيه أصاب بني إسرائيل بلاء, ബനു ഇസ്രായേൽ സമൂഹത്തിന് ഒരു പരീക്ഷണം ഉണ്ടായി. ഫഖറജു മഖ്റജൻ, അങ്ങനെ അവർ പുറത്തു പോയിട്ട് എന്താണ് ഇതിനൊരു പോംവഴി എന്ന് ആലോചിച്ചിരിക്കാൻ. ഫഔഹ അല്ലാഹു അസ്സ വജല്ല ഇലാ നബിയിഹിം അൻ അഖ്ബിറുഹും, അപ്പോൾ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽപ്പെട്ട ഒരു പ്രവാചകൻ അറിയിച്ചു കൊടുത്തു എന്നാണ്. നീ എന്ത് ചെയ്യണം? അവർക്ക് അറിയിച്ചു കൊടുക്കണം. തഖ്റുജൂന ഇലസ് സഈദി ബി അബ്ദാനിൻ നജിസ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ ശരീരം മൊത്തം നജസാണ്. വതർഫഊന ഇലയ്യ അകുഫൻ ഖദ് സഫക്തും ബിഹ ദിമാഅ, നിങ്ങൾ ഉയർത്തിയ കൈകൾ, ആ കൈകൾ കൊണ്ട് നിങ്ങൾ ആളുകളെ കൊന്നിട്ടുണ്ട്. വമലഅതും ബിഹാ ബുയൂതകും മിനൽ ഹറാം, ആ കൈകൾ കൊണ്ട് നിങ്ങളുടെ വീട് നിങ്ങൾ ഹറാം നിറച്ചിട്ടുണ്ട്. അൽ ആന ഹീന ഇഷ്തദ്ദ ഗദബി അലൈക്കും വലൻ തസ്ദാദു മിന്നി ഇല്ലാ ബുഅദ, ഇപ്പോ എന്റെ കോപം നിങ്ങളിൽ അതിജയിച്ചിട്ടുണ്ട്, ഞാൻ നന്നായി നിങ്ങളെ കോപിക്കുന്നുണ്ട്, നിങ്ങൾ എന്നിൽ നിന്ന് ഒരുപാട് അകന്നിട്ടുമുണ്ട് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിയ ഒരു പ്രവാചകനോട് പറഞ്ഞു എന്നാണ്. ഇവിടെ ഈ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹറാമ് ഭക്ഷിച്ചോ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കൂല എന്നാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ആവർത്തിച്ച് പറയാം. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകണം, ഒന്ന്. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന ഉറപ്പുകൂടി നമ്മൾ വരുത്തണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചിട്ട് ഒരു നിലക്കും നമ്മുടെ പല പ്രാർത്ഥനകളും സ്വീകരിക്കുന്നില്ല എങ്കിൽ എവിടെയോ എന്തോ ഒരു റഹ്മത്ത് നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്, അള്ളാഹു എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നതിനുള്ള കാരണം കൂടി നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. എവിടെയെങ്കിലും സാമ്പത്തികമായ ഇടപാടിൽ പ്രശ്നങ്ങളുണ്ടോ, അതല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, അതല്ലെങ്കിൽ ഹൃദയ സാന്നിധ്യം കുറഞ്ഞു പോയിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും നമുക്ക് ലഭിച്ചിട്ടില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു എന്നിട്ടും പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹു വേറെ എന്തോ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്നിട്ട് ഇങ്ങനെ പോവുക എന്നതിലുപരി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ് റബ്ബേ നിന്നെ കൊണ്ട് മാത്രമേ ഇത് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ, നീ അല്ലാത്ത ഒരാൾക്കും എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന അങ്ങേയറ്റത്തെ ഫഖറോടുകൂടി, അടിമ എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ അള്ളാഹുവിനോട് തേടണം. അപ്പോഴാണ് പ്രാർത്ഥനക്ക് ഒരു ആസ്വാദനം ഉണ്ടാവുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറയാം ആ സന്ദർഭത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു യജമാനന്റെ മുമ്പിൽ ഒരു അടിമ എത്ര കണ്ട് യാചിക്കുമോ അതിനേക്കാളും എല്ലാം അപ്പുറമാണ് നമ്മൾ അള്ളാഹുവിനോട് യാചിക്കേണ്ടതാണ്. അതിനേക്കാളും എല്ലാം അപ്പുറം റബ്ബേ എന്തായാലും എനിക്ക് ലഭിക്കണം എന്ന നിലക്ക് അങ്ങേയറ്റം യാചിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. പലപ്പോഴും സൃഷ്ടികളുടെ മുമ്പിൽ യാചിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, യാചിക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹിന്റെ മുമ്പിൽ ചോദിക്കുന്നത് തന്നാൽ, വേണമെങ്കിൽ തന്നാൽ മതി എന്ന നിലക്കാണ് പല ആളുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ആദാബുകളും മര്യാദകളും ഒക്കെ പാലിച്ച് വളരെ കൃത്യമായ പ്രാർത്ഥന നമ്മൾ നടത്തണം. ആ സമയത്താണ് അത് നമ്മുടെ മനസ്സിൽ തട്ടുകയും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യുക.
അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹു. ഒരാൾ അപകടകരമായ ഒരു അവസ്ഥയിലൂടെ സഞ്ചരിക്കാൻ അവന്റെ പ്രാർത്ഥന അള്ളാഹു അല്ലാതെ ആരാണ് കേൾക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഹു ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത് എന്ന്. എന്നിട്ട് ആയത്തോതി വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നതോ അള്ളാഹുവിനെ ആരാധന നടത്തുന്നതിനെ തൊട്ട് ആരാണോ അഹങ്കരിക്കുന്നത് എന്ന്. ആദ്യം ദുആ എന്ന് പ്രയോഗിച്ചു, പിന്നീട് ആ ദുആഇനെ പരിചയപ്പെടുത്തുന്നത് ഇബാദത്ത് എന്ന നിലക്കാണ്. അതാണ് ഹദീസിൽ പറഞ്ഞത് അദ്ദുആഹു ഹുവൽ ഇബാദ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഖേദകരമായ അവസ്ഥയാണ്. തൗഹീദുള്ള ആളുകൾ പ്രാർത്ഥനയിൽ അശ്രദ്ധരാകുന്നു, പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ തൗഹീദ് ഇല്ലാത്ത ആളുകളോ അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ പ്രാർത്ഥിക്കുന്നതൊക്കെ ആരോടാണ്? ഏതെങ്കിലുമൊക്കെ മരിച്ചുപോയ, ഒരു നിലക്കും ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയാണ്, തേടുകയാണ്. വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഒരുപാട് തവണ ഷിർക്ക് എന്ന് പരിചയപ്പെടുത്തിയ ഒരു കാര്യം ഇബാദത്തായി കണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഖേദകരമായ അവസ്ഥയാണ്. എത്ര ആയത്തുകളിലാണ് വളരെ വ്യക്തമായി നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ എന്നാണ്. വഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, നബിയെ താങ്കൾ പറയണം ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്നാണ്. ഇന്നമാ എന്നത് ഹസ്റിന്റെ വാചകമാണ്. അള്ളാഹിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഹദീസിൽ വന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അടുപ്പിച്ച് തന്നോട് ചേർത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തൗഹീദുള്ള ആളുകൾ, മുവഹിദീങ്ങളായ ആളുകൾ കൈ ഉയർത്താൻ മടി കാണിക്കരുത്, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അല്ലാത്ത നിലക്ക് പ്രാർത്ഥനക്ക് നമ്മളൊരു സമയം എന്തായാലും കണ്ടെത്തണം. ഒരു ദിവസം പോലും അള്ളാഹുവിനോട് കൈ ഉയർത്തി ചോദിക്കാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മൾ അഹങ്കാരികളാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കുക എന്നത് അഹങ്കാരത്തിന്റെ അടയാളാണ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അള്ളാഹുവിന് ആവശ്യമാണ്. നമുക്ക് ദുആയിലേക്ക് നമ്മൾ ആവശ്യക്കാരാണ്. ഒരുപാട് ആവശ്യം നമുക്കുണ്ട്, ഒരുപാട് നിലക്ക്. പ്രത്യേകിച്ചും ഫിത്ന നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ ദീനിന്റെ സംരക്ഷണം അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് നമ്മൾ തേടണം. നമ്മുടെ ദീന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബാംഗങ്ങൾ അവര് ദീനിലായി നിലനിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ദീനിന്റെ വിഷയത്തിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. അതിന് വേറെ സമയം തന്നെ നമ്മൾ കണ്ടെത്തണം. പ്രത്യേകിച്ചും രാത്രിയുടെ തഹജ്ജുദിന്റെ സമയത്തൊക്കെ എഴുന്നേറ്റ് ഒരു ചെറിയ ലഘുവായ നിസ്കാരം നിസ്കരിച്ച്, ദീർഘമായ നിസ്കാരത്തിന് സാധിച്ചിട്ടില്ലെങ്കിലും 5-10 മിനിറ്റൊക്കെ എങ്കിലും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയാം, യക്ഫി മിനദ് ദുആഇ മഅൽ ബിർരി മാ യക്ഫി അത്'ആമ മിനൽ മിൽഹി. ഒരാൾ നല്ലവനാണ് എങ്കിൽ, നല്ല സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അവൻ കുറച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. പക്ഷെ അവൻ ആരാകണം? സ്വാലിഹായ, ഹറാമ് ചെയ്യാത്ത മനുഷ്യനാകണം. ഹറാം അവന്റെ സമ്പത്തിൽ കലരാത്തവനാകണം. എന്നിട്ട് പറയണം, ഒരു ഭക്ഷണത്തിന് എത്ര കണ്ടാണോ ഉപ്പ് വേണ്ടത്, ഒരു ഭക്ഷണത്തിന് കുറച്ച് ഉപ്പിട്ടാൽ ആ ഭക്ഷണം രുചികരമാകും. അതേപോലെയാണ് ഒരാൾ നല്ല സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നത് കുറച്ചാണെങ്കിലും ആ പ്രാർത്ഥന എന്ത് ചെയ്യും? അള്ളാഹു സ്വീകരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ഹറാമാണ് ചെയ്യുന്നത്, സമ്പത്തിൽ ഹറാമുണ്ട്, പ്രവർത്തനത്തിൽ ഹറാമാണ് എങ്കിൽ പ്രാർത്ഥനക്ക് ഫലം കാണാൻ സമയമെടുക്കുന്ന. എന്നിട്ട് അടുത്ത ഫസ്ലിലേക്ക് നീങ്ങാൻ, വീണ്ടും ആവർത്തിക്കാൻ, പ്രാർത്ഥന എന്നത് ഏറ്റവും ഉപകാരപ്രദമായ മരുന്നാണ്. വഹുവ അദുവുൽ ബല, പരീക്ഷണത്തിന്റെ ശത്രുവാണ് പ്രാർത്ഥന.
പരീക്ഷണത്തെ തടുത്തു നിർത്താൻ സാധിക്കും. യുദാഫിഉഹു, പരീക്ഷണത്തെ തടുത്തു നിർത്തും. വയുആലിജുഹു, പരീക്ഷണത്തെ ചികിത്സിക്കും, ആ പരീക്ഷണത്തെ നീക്കം ചെയ്യാൻ സാധിക്കും. വയംനഉ നുസൂലഹു, പരീക്ഷണം ഇറങ്ങുന്നതിനെ തൊട്ട് പ്രാർത്ഥന തടയും. വയർഫഉഹു, ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഉയർത്തും. ഔ യുഖഫിഫുഹു ഇദാ നസല, അതല്ലെങ്കിലോ ബാധിച്ചു, പരീക്ഷണം ഉണ്ടായി, പ്രാർത്ഥന മൂലം പരീക്ഷണം അതിന്റെ ശക്തി കുറയുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെയാണ് പ്രാർത്ഥന എന്ന്. പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന് പരിചയപ്പെടുത്താൻ. എന്നിട്ട് വഹുവ സിലാഹുൽ മുഅ്മിൻ, അത് മുഅ്മിനിന്റെ ആയുധമാണ്. കമാ റവൽ ഹാകിമു ഫീ സ്വഹീഹിഹി, ഇമാം ഹാകിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു, മിൻ ഹദീസ് അലി ഇബ്നു അബി ത്വാലിബ് ഖാല, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് റാവി, റിപ്പോർട്ടർ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന ഒരു മുഅ്മിനിന്റെ ആയുധമാണ്. വഇമാദുദ്ദീനി, ദീനിന്റെ തൂണാണ്. വനൂറുസ് സമാവാതി വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും പ്രകാശമാണ് പ്രാർത്ഥന. ഈ ഹദീസ് മൗദൂആയ ഹദീസാണ്, മക്ദൂബായ ഹദീസാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അല്ലാഹു ഗഫറ ലഹു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഈ പ്രാർത്ഥന, ഈ ഹദീസ് എന്നുള്ളത് മൗദൂആണ്. ഇമാം അൽബാനി റഹിമഹുല്ലാ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ള ഉലമാക്കളും ഒക്കെ അത് വിശദീകരിച്ച് തന്നിട്ടുമുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തന്നെ ഹാക്കിമിന് സംഭവിച്ച ഹദീസിന്റെ വിഷയത്തിൽ ഇമാം ഹാക്കിമിനുള്ള അശ്രദ്ധ തന്റെ ഫറൂസിയത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആ ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹദീസ് അതിന്റെ മഅനയിൽ കുഴപ്പമില്ല എന്ന, അതിന്റെ അർത്ഥത്തിൽ പ്രശ്നമില്ല, ഖുർആനിനോടോ മറ്റു ഹദീസുകളോടോ എതിരാകാത്ത, എന്നാൽ യോജിക്കുന്നതാണ് ഈ പറഞ്ഞ ഹദീസിലെ ആശയം. പക്ഷെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് നമുക്ക് പറയാൻ പാടുള്ളതല്ല. കാരണം നബിയിലേക്ക് ചേർക്കപ്പെട്ട രൂപത്തിൽ സനദുകളില്ല എന്ന് മാത്രമല്ല, നബിയുടെ മേൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസ് കൂടിയാണ്. പക്ഷെ പ്രാർത്ഥന എന്ത് തന്നെയാണ്, അത് ഒരു മുഅ്മിനിന്റെ ആയുധമാണ്, അതിൽ യാതൊരു സംശയമില്ല. ഒരു മുഅ്മിനിന്റെ ആയുധമാണ്. ഒരു ആയുധം ഒരു യുദ്ധത്തിന്റെ പോർക്കളത്തിൽ എത്ര കണ്ട് നമുക്ക് സഹായകമാണോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സഹായകരമായി മാറും. വഇമാദുദ്ദീനി, ദീനിന്റെ തൂണാണ് പ്രാർത്ഥന, ദീനിന്റെ തൂണാണ്. അതാണ് നമ്മൾ ഹദീസുകളിലൊക്കെ പറഞ്ഞത്, ദുആഹു വൽ ഇബാദ. ഒരാൾ നിസ്കരിക്കാൻ, ഒരാൾ നോമ്പോക്കാൻ, ഒരാൾ ഹജ്ജ് ചെയ്യാൻ, ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും ആ സൽക്കർമ്മത്തിന്റെ ഉള്ളിൽ അവൻ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, റബ്ബേ ഇത് സ്വീകരിക്കണേ, റബ്ബനാ തഖബ്ബൽ മിന്ന, റബ്ബേ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് അവൻ തേടുന്നുണ്ട് എന്നാണ്. ഏത് ഇബാദത്തിന്റെയും ഉള്ളിൽ അന്തർലീനമായി പ്രാർത്ഥനയുണ്ട് എന്നുള്ളതാണ്. വനൂറുസ് സമാവാതി വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും പ്രകാശമാണ് പ്രാർത്ഥന. ആശയം ശരിയാണ്, പക്ഷെ ഹദീസിൽ ദുർബലതയുണ്ട് എന്ന്. ഇൻഷാ അല്ലാഹ് ബാക്കി പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആദാബുകൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും ഇബ്നുൽ ഖയ്യിം പറയുന്ന വളരെ ശ്രദ്ധിക്കേണ്ടതും ഗൗരവത്തിലെടുക്കേണ്ടതുമായ ഒരു കാര്യം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂചിപ്പിക്കും. ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്രാർത്ഥന എന്തായാലും സ്വീകരിക്കുന്നതാണ്. അള്ളാഹു തടയൂല എന്നാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന തടയാതിരിക്കാൻ, എന്തായാലും സ്വീകരിക്കാൻ ചില ആദാബുകൾ, ചില മര്യാദകൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എണ്ണി പറയുന്നുണ്ട്. 16 17 മര്യാദകളിലേക്ക് അത് എത്തുന്നുണ്ട്. അത്തരം ആദാബുകൾ പുലർത്തി ഒരാൾ പ്രാർത്ഥിച്ചാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് എന്തായാലും സ്വീകരിക്കും. ലാ മഹാല, സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് അസംഭവ്യമാണെന്ന്. എന്തായാലും സ്വീകരിക്കും, ഒരു സംശയവുമില്ല എന്ന നിലക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. ഓരോ ക്ലാസ്സുകളും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ, അത് ഉടനെ തന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇൽമിന് സക്കാത്തുണ്ട്, ആ സക്കാത്ത് അമല് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ ദുആ എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈമാൻ, യഖീൻ ഉണ്ടാവുക, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഉടനെ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്ന് രാത്രി തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഹദീസിൽ പറഞ്ഞതുപോലെ രാവിലെ തിന്മ ചെയ്തവന് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാൻ വേണ്ടി രാത്രി തയ്യാറാണ് എന്ന്. രാത്രി തിന്മ ചെയ്തവന് രാവിലെ പകലിൽ പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തയ്യാറാണ് എന്ന്. പക്ഷെ ആരാണ് ഇസ്തിഗ്ഫാറിന് തേടാനുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിലേക്ക്
ആത്മാർത്ഥമായി മടങ്ങാൻ ശ്രമിക്കുക. നമ്മുടെ സമയം നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. എപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതം അത് ഏറ്റവും ശുദ്ധമാക്കാൻ വേണ്ടി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മതവിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.